ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ലേ ഫേഷ്യൽ കിറ്റുകൾ, ഇതുപോലത്തെ ഫേഷ്യൽ കിറ്റ്സ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്? ഫേഷ്യൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനും നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫേഷ്യൽ ചെയ്താൽ മാത്രം പോരാ, ഗ്ലോയിങ് സ്കിന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയ്ക്ക് ശേഷം പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പുറത്ത് പോയി വന്നതാണ്. അപ്പോൾ സ്കിന്ന് ആകെ വെയിലൊക്കെ അടിച്ചിട്ട് ആകെ ഡള്ളായി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു ലൈവ് റിസൾട്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ കിറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇത് ബഞ്ചാരാസിൻ്റെ പപ്പായ ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ 200 റുപ്പീസേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട്, ഗോൾഡ് ഫേഷ്യലൊക്കെ ഉണ്ട്. ഇതിലടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് സ്ക്രബ് ഉണ്ട്, അതുപോലെ തന്നെ മസാജ് ജെല്ല്, മസാജ് ക്രീം, പപ്പായ ഫേസ് പാക്കും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഈ സ്ക്രബ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ജെല്ല് എങ്ങനെ മസാജ് ജെല്ല് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ക്രീം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പാർലറിൽ ചെയ്യുന്നത് പോലെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ്സ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻഡ് ഈവൻസ് ഔട്ട് ദ സ്കിൻ ടോൺ മേക്കിംഗ് പിമ്പിൾ ഫ്രീ സ്പോട്ട്ലെസ് ആൻഡ് ക്ലീൻ. അപ്പോൾ പിമ്പിൾ ഫ്രീ ആയിട്ട് സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ക്ലീൻ സ്കിൻ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യും, കൊളാജൻ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യും, അതുപോലെ തന്നെ സ്കിന്ന് ബെറ്റർ ടോൺ ലുക്കിൽ ഉണ്ടാവും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പലരുടെയും സ്കിന്ന് പല ടൈപ്പാണ്. അതിനനുസരിച്ചിട്ടുള്ളത് വേണം തിരഞ്ഞെടുക്കാൻ. ഞാൻ മുന്നേ ഒരു CTM റൂട്ടീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താലും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം. അത് എന്തെങ്കിലും എന്താ പറയുക അലർജിക് റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും റെഡ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്ട്സ് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഇതിൽ പൊട്ടിച്ചു. ഫസ്റ്റ് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഈ സ്ക്രബ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് യുവർ ഫേസ് വിത്ത് ലുക്വം വാട്ടർ. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തതാണ്. പിന്നെ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ സ്മോൾ എമൗണ്ട് ഓഫ് ബഞ്ചാരാസ് പപ്പായ ക്ലെൻസിങ് സ്ക്രബ് ഓൺ ഫേസ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജെന്റ്ലി മസാജിന് സർക്കുലർ മോഷൻ ഫോർ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു മോയിസ്റ്റ് കോട്ടൺ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെടുക്കുകയാണ്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക.
ഇത് ഫോണിൽ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ എപ്പോഴും നോക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴേ മുടിയിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡ് ഇടുന്നത് നന്നായിരിക്കും. എനിക്കിപ്പോൾ അത് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഊരി വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ വൈഡ് നെക്കായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഞാനിവിടെ വന്നു. അപ്പം നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തത് മസാജ് ജെല്ലായിരുന്നു. ഇത് മസാജ് ക്രീമാണ്. പ്രൊസീജിയർ സെയിം തന്നെയാണ്. ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും കഴിച്ചിട്ട് വരാം. ഒരു ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കണ്ണിൽ കുക്കുംബറോ ടൊമാറ്റോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ നനച്ചിടാം. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാനത് വാഷ് ചെയ്ത് കളയാൻ പോവാണ്. ഇപ്പോൾ വേറൊരാൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് അല്ലേ. അയ്യോ കളയല്ലേ പൊട്ടക്കുട്ട. അപ്പോൾ ഞാനിത് കഴുകി കളഞ്ഞിട്ട് വരാമല്ലോ. ഇപ്പം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കെന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കിന്നിൽ എത്ര ഗ്ലോ വരുത്തിയാലും നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഗ്ലോ ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.